പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചത് ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലല്ല എന്നതിന് തെളിവ് പുറത്ത്. പരോൾ വ്യവസ്ഥയിലെ മാറ്റം മാത്രമാണ് കോടതി ഉത്തരവിൽ പറയുന്നത്. ഉത്തരവിന്റെ പകർപ്പ് 24 കിട്ടി. പ്രതികൾക്ക് കൂട്ടപ്പരോൾ അനുവദിച്ചതിന് പിന്നാലെ കല്യോട്ട് പ്രദേശത്ത് പോലീസ് കടുത്ത ജാഗ്രതയിലുമാണ്. മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെയാണ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ 1-ാം പ്രതി പീതാംബരനുൾപ്പെടെ മുഴുവൻ പ്രതികൾക്കും കൂട്ടപ്പരോൾ അനുവദിച്ചതെന്ന ആക്ഷേപം കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ കുടുംബം ഉന്നയിച്ചിരുന്നു. ഇതിൽ ചട്ടലംഘനം നടന്നതായ സംശയവും അവർക്കുണ്ടായിരുന്നു. കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് എന്നായിരുന്നു ജയിൽ അധികൃതർ ആദ്യം നൽകിയ വിശദീകരണം. എന്നാൽ മാർച്ച് 13 ഹൈക്കോടതി ഉത്തരവ് പ്രതികളുടെ പരോൾ വ്യവസ്ഥയിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ളതായിരുന്നു. അതിന് പിന്നാലെ LDF സർക്കാർ ഭരണം ഒഴിയുന്നതിനു മുൻപായി വിവിധ കേസുകളിൽ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് പരോൾ നൽകുന്ന കൂട്ടത്തിൽ പെരിയ കേസിലെയും പ്രതികൾക്ക് പരോൾ അനുവദിക്കുകയായിരുന്നു. കോടതി ഉത്തരവിന്റെ ബലത്തിൽ പ്രതികൾക്ക് നാട്ടിലേക്ക് പ്രവേശിക്കാനും സാധിച്ചു. അതേസമയം പരോൾ അനുവദിക്കുന്നതിനു മുമ്പായി പ്രൊബേഷൻ ഓഫീസറുടെയും ലോക്കൽ പോലീസിന്റെയും റിപ്പോർട്ട് തേടിയിട്ടില്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. രാഷ്ട്രീയ കൊലപാതക കേസുകളിലെ പ്രതികൾ കൂട്ടത്തോടെ ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നതും നാട്ടിലേക്കെത്തുന്നതും ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്നത് പരിഗണിച്ചില്ലെന്ന പരാതിയും ഇതിനകം ഉയർന്നു കഴിഞ്ഞു. കനത്ത പോലീസ് കാവലിലാണ് ഇപ്പോൾ കല്യോട്ട് പ്രദേശം. 24 കാസർഗോഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.